channel. Guys, അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഹിബ ഇന്ന് നമ്മൾ എന്തിനാ വന്നിട്ടുള്ളത് പറഞ്ഞു കൊടുക്ക്. ഗൈസ് എന്നാ ഞാൻ തന്നെ പറയാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ടിക്ടോക്ക് ഹാക്സും എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് അതിമാരകമായ സാധനങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഭയങ്കരമായ സ്ഫോടനങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവുന്നതാണ് അല്ലേ ഹിബ? ബംഗു എന്താണ് എന്താ പരിപാടി പറഞ്ഞു കൊടുക്ക്. എത്ര എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി ചെയ്യും? 3 എണ്ണം ചെയ്യോ? ഗൈസ് ബംഗു 3 എണ്ണം ചെയ്യാൻ പറഞ്ഞേ. ഹിബന്റെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഓവർ കത്തി അടിക്കേണ്ട വീഡിയോയിലേക്ക് കടന്നാലോ ബംഗു? തുടങ്ങി അപ്പൊ പോകാം. അപ്പൊ അടുത്ത എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ മെയ്ത്തിരിയുടെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കാൻ പോവാണ്. എന്തായാലും നിങ്ങൾ വിചാരിക്കില്ലേ കേടുന്ന്. അപ്പൊ നമ്മള് ഗ്ലാസ് റെഡിയാണ്. മെയ്ത്തിരി അതിന്റെ ഉള്ളിൽ വെച്ചിന്. അപ്പൊ നമ്മള് വെള്ളം ഒഴിക്കാണ്. അപ്പൊ ഈ മെയ്ത്തിരി വെച്ച സെറ്റ് അല്ലേ സെറ്റാ ഗൈസ്? കുപ്പിന്റെ ഉള്ളിലാ മെഴുകുതിരി ഉള്ളത്. ഇനി വെള്ളം ഒഴിക്കാൻ നമുക്ക് ഇല്ല ബംഗു? വെള്ളം ഒഴിച്ചാലോ? കെടൂലേ? ഇല്ല, ഈ വിളക്ക് കെടില്ല. എനിക്ക് ഉറപ്പാ. അല്ല ഉറപ്പാ. ഞാൻ ഒഴിച്ചോ പവർഫുൾ മെയ്ത്തിരി കേട്ടോ മോനെ. മറ്റേ സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ടീച്ചറേ ഞാൻ പണ്ട് എക്സ്പെരിമെന്റിലൊക്കെ എക്സ്പെരിമെന്റ് ആയിരിക്കില്ലേ? എക്സ്പെരിമെന്റലാവും നിങ്ങളാണെങ്കിൽ. ഇത്രയും നോക്ക് ഗൈസ്, തീ കെടുന്നില്ല. എന്ത് പവർഫുൾ തീയാണ്. എന്തൊരു ബുദ്ധിയാണ് ഇവക്ക്. മോനെ അപ്പൊ ഹിബ ഇത്രയും കാലം എന്നോട് പറഞ്ഞു ഞാൻ ഹാക്കറാ അന്നേരം ഇന്നെ പേടിപ്പിക്കും. വാട്സപ്പിലുള്ള കാമുകീന്റെ പേരുള്ള ചാറ്റ് വെക്കുന്നു. അപ്പൊ ഈ ഹാക്കർ എനിക്കില്ലേ? അല്ല, ഞാൻ സ്റ്റോക്കറാ. അപ്പൊ സ്റ്റോക്ക് ഒക്കെ ട്രേഡ് ചെയ്യും. ട്രേഡിംഗ് ആപ്പ് പരിചയപ്പെടുത്തിയാലോ? ബംഗു എങ്ങനെയുണ്ട് ഹിബന്റെ എക്സ്പെരിമെന്റ്? എന്താ എന്റെ അഭിപ്രായം? ഇതൊക്കെ എന്ത് ശോകല. ഇനി ഞാനും ബംഗുള്ള സാധനം വരുന്നുണ്ട്. അടിച്ചാളെ ഈ എക്സ്പെരിമെന്റ് ലൈക്ക് ചെയ്യുന്നത്, ഈ എക്സ്പെരിമെന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഗൈസ് ഗേൾ പവർ കാണിക്കും. ബോയ്സ് പവർ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അടിച്ചാൽ മോനെ ലൈറ്റ് നോക്കട്ടെ. ഗൈസ് ഇത് ബംഗുവിന്റെ വേഗത്താണ്. മോനെ വെച്ചോ സീന. ഈ നാളെ ഫ്രണ്ട്സ് മറ്റേ സാധനം കത്തിക്കുമ്പോ സാധനം ഇല്ല പറഞ്ഞ സീന. ലൈറ്റ് നോട്ടത്തില്ലെങ്കിൽ അപ്പൊ എന്റെ എക്സ്പീരിയൻസിന്റെ ഇതാണ്. അപ്പൊ അടിപൊളിയായി. നിങ്ങൾ രണ്ടാളും വേണമെങ്കിൽ പിടിച്ചോ. എന്താ ചെയ്യേണ്ടത്? എന്താ സംഭവം? എന്താ ഇത് നിങ്ങൾ കണ്ടോളി. സസ്പെൻസ് ആണോ? അല്ല, ഓറിയോ ഐസ്ക്രീം. ഓറിയോനെ കൊണ്ട് ഐസ്ക്രീമോ? ഇപ്പൊ കിട്ടില്ല, നാളെ രാവിലെ. സീനായി ഗൈസ്. ഇതിപ്പോ ഇത് പൊടിച്ച് പൊടിക്കണോ? ആ ഒരു പരുവത്തിലാക്കിയെടുക്കാം. എന്നാ അത് പൊടി എന്നെ കൊണ്ട് ചെയ്യോ? ബംഗു അസിസ്റ്റന്റിനാക്കി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് നല്ലോണം ഇഞ്ച പരുവാക്കണം എന്നാണ് നമ്മളെ ബംഗു സാറ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതാ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പൊളിക്കാം. അച്ചോണിക്കത് സക്സസ് ആവില്ല. നീ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കിയാൽ പിന്നെ ഇതിപ്പോ തന്നെ കുത്തി വെച്ചാ അത് ഐസ്ക്രീമിന്റെ കോല് പോലെ. ഐസ്ക്രീം നമ്മളെ ഉദ്ദേശം കേട്ടോ. എന്റെ ഉദ്ദേശം ഊള സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇതെങ്ങനെ കുത്തി തിരിച്ചുത്തിയ ഒരു ഫീൽ കിട്ടൂല, ഒരു ഗ്രിപ്പ് പറ്റൂല. Love is not a deal but a feel. അല്ലേ ബംഗു? അല്ല, എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇതിലേക്ക് പാരണം. എന്താ പാരം പോണേ? പാര ഈ ഓൾറെഡി ആണ്. പാല് പാരണം. ഇത് പൊട്ടിയിട്ട് പാല് ഇവിടെ വരെ എത്തി. ഇനിയിപ്പോ നാളെ കാച്ചി കുടിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചാലോ? എന്നാല് അപ്പൊ അത് വെക്കാം കേട്ടോ. നാളത്തേക്ക് നമുക്ക് ഫിഷ് ഡെലിഷിയസ് ഫിഷ് ഫ്രൈ ആയ നാളെ കിട്ടും. അപ്പൊ ഇതിന്റെ ബാക്കി റിസൾട്ട് നാളെയാണ് വരുന്നത്. ഇന്നലെ വെച്ച ഐസ്ക്രീം നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഐസ്ക്രീം വായിക്കണോ നോക്കാം. കിട്ടിട്ടാ നോക്ക് മോനെ കിടില ഐസ്ക്രീം. ഹിബ നോക്കിയാ അന്റേതാ?
ഇവക്ക് പുറത്തു ഔട്ടർ ലെയർ അല്ല ഇവക്ക് കിട്ടിയ. ആദ്യം പറഞ്ഞ പഞ്ചസാര ഇടാൻ ഇത് കിട്ടണില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഒറിയോന്റെ ഐസ്ക്രീം റെഡിയാക്കി കാണിച്ചു കൊടുക്ക്. ഗൈസ് എങ്ങനെയുണ്ട്? പൊളി സാധനല്ലേ ഇവ. ഗൈസ് അപ്പൊ അവിടെ തീറ്റ തുടങ്ങി ഇതൊക്കെ പറഞ്ഞ നല്ല രസമുണ്ട്. ഇത് ഇവിടെ ഫുള്ള് ചോക്ലേറ്റ്, ഇവിടെ മിൽക്ക്, നല്ല ലെയർ ഐസ്ക്രീമാ ഗൈസ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാല് വൈകുന്നേരം ഫുട്ബോൾ കളിച്ച് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ഫുട്ബോൾ കളിക്കുന്നവർക്ക് മാത്രമല്ല ഹിബ, ഇത് കോട്ടി കളിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഈ CID മൂലംകുഴിയിൽ സഹദേവന്റെ സാധനങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ബ്ലാക്ക് കാറ്റ്സ് നിങ്ങൾ റെഡിയാണോ? എന്താ ഞങ്ങൾ ബ്ലാക്ക് കാറ്റ് വെച്ചില്ലേ? പൊന്നെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. എവിടെ പെപ്സി തരൂ? ഗൈസ് FCT ഗൈസ്, എന്താ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ യെസ്, മൂലംകുഴിയുടെ മോയും സഹദേവന്റെ സായും. എന്താ അല്ല ഗൈസ്, നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഈ ഒരു സ്പൂണിന്റെ ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ കറക്കി 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 നമ്മളിത് പൊട്ടിക്കും. എപ്പടി നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇതെന്താ സ്ലൈമിന്റെ ഗൈസ്, ബംഗു സ്ലൈം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്റെ എക്സ്പെരിമെന്റിൽ വെറുതെ ഇന്നെ കളിപ്പിക്കരുത്, എനിക്ക് സ്ഥിരം ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് എടുക്കാം. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഇതുകൊണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് പൊട്ടോ നോക്കാം നമുക്ക്. മരം വെട്ടിക്കൊണ്ടേ ഏതാ വണ്ടി? ഇത് പ്ലാസ്റ്റിക് കൊണ്ടല്ല ചെയ്യേണ്ടത്, അല്ല മരം വേണ്ടിയത്. മരം തരോ? എന്താണ് ചീരാപ്പൊക്കെ മൂക്കൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്നത്? പിടിക്കണോ? ഇതെന്താ സ്ലൈമാണ്? ഓ എന്തൊരു ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച ഗൈസ്. അപ്പൊ എന്തായാലും എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. നേരത്തെ ഞാൻ പ്ലാസ്റ്റിക് സ്പൂൺ ആയിരുന്നു എടുത്തത്, പക്ഷെ വുഡൻ സ്പൂണാ വേണ്ടിയത്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് തുടങ്ങാം. ഇതാണ് നമ്മളെ എക്സ്പെരിമെന്റ്. പൊട്ടോ നോക്കാം ഗൈസ്. ഞാൻ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഒക്കെ വേറെ ലെവൽ എക്സ്പെരിമെന്റ്, എല്ലാരും ഞെട്ടും ഗൈസ്. അതാണ് ഈ CID ലൈഫ് ഹാക്ക് ആണ്. അത് വെറുതെ ഇങ്ങനെ പൊളിച്ചാ പറയൊക്കെ മണ്ടന്മാര് കഷ്ടം. നീ കബീലയും ആവണ്ട കേട്ടോ, അല്ലാണ്ട് മനസ്സിലായോ? ഞാനെ ഫസ്റ്റ് കുടിക്കാറുണ്ട്. കുറച്ച് മടമടാന്ന് കുടിക്കണ്ട. ലാസ്റ്റ് കൂടി വന്നേ. അപ്പൊ രണ്ടാളും പെപ്സി കുടിച്ചല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയപരമായ ബുദ്ധി? സംതിങ് ഡിഫറെന്റ്. എപ്പോഴും നമ്മൾ വേറെ വേറെ വ്യത്യസ്തമായി ചിന്തിക്കണം. എപ്പോഴും ഇങ്ങനെ ഇത് പിടിക്കുക തുറക്കുക അങ്ങനല്ല. സംഭവം നമ്മള് ഫ്രണ്ട്ഷിപ്പാ വാങ്ങല, വേറെ കാര്യം. പിന്നെ കളർ സോഡി അല്ലെ ഹിബ? എന്തായാലും എന്റെ എക്സ്പീരിയൻസ് പൊളിച്ചല്ലോ. അപ്പൊ പവർ കാണിക്കുക ഗൈസ്, ലൈക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് കിടന്നാലോ? അടുത്ത ആരെ ചെയ്യുന്നത്? ഹിബയാണോ? അപ്പൊ ഊള സാധനം ഒന്ന് അതിലേക്ക് കിടക്കാം നമുക്ക്. അപ്പൊ ഗൈസ് ഞാൻ കളറിൽ മായാജാലം വരുത്താൻ പോവാണ്. ഇതാണ് എന്റെ എക്സ്പീരിയൻസ്. കളറിൽ മായാജാലം. കളർ തന്നെ ഒരു മായാജാലം അല്ലേ? കൊറേ കളേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ. മഴവില്ലില് മായാജാലം ഇതിന്റെ എക്സ്പെരിമെന്റ്. അപ്പൊ ഗൈസ് അതിന് വേണ്ടി നമുക്ക് ഒരു അല്പം പാലെടുക്കാം. കുറച്ച് പാലെടുത്താൽ മതി. അത്യാവശ്യത്തിന് പാലായിട്ടുണ്ട്. ഓ ഇനി ഇതിൽ നമ്മൾ പഞ്ചസാര കൂട്ടിട്ട് പഴമൊക്കെ മുറിച്ചിട്ടിട്ട് തിന്നു അല്ലേ? അതാണോ എക്സ്പെരിമെന്റ്? അപ്പൊ നമ്മള് ഇവിടെ തയ്യാറാക്കി വെച്ച കളറുകൾ ടൈഗറിന്റെ കളറാണ്. ലയന്റെ കിട്ടിയിട്ടില്ല. ടൈഗറിന്റെ കളർ ഒരു അല്പ ശകലം ഒഴിച്ചാൽ മതി. ശകലം. ഓ ഗൈസ് പച്ച ഇട്ടിച്ച്. ചോൽപ്പാണ്, ചോൽപ്പ്. ഇത് ചോരണ്ട. ഗൈസ് അപ്പൊ ഞങ്ങളുടെ കയ്യിലൊരു കോട്ട ഉണ്ട്. ഇതിൽ നമ്മള് ഡിറ്റർജന്റ് മുക്കണം. മുക്കാൻ പോവാണ്. കുറച്ചുകൂടി നോക്ക്.
തൊപ്പിടണ്ടേ? ഞാൻ എത്രത്തോളം മുക്കണോ അത്രത്തോളം ലെയർ ഇതിലേക്ക് വന്നോണ്ടിരിക്കണോ? ഞാനും ഉണ്ട് പഞ്ഞെടുക്കാന്. ഈയടാ പഞ്ഞെടുക്കാൻ വന്നു മൂക്കിലേ പഞ്ഞു കളർ ഗ്രേഡ്. അപ്പൊ അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യാൻ പോണേ ഞാനും പിന്നെ വെങ്കി. അപ്പൊ ഇപ്പത്തെ എക്സ്പെരിമെന്റ് എന്താണ് ബംഗു പറഞ്ഞു കൊടുക്ക്. ഇസ്തിരിപ്പെട്ടിന്റെ മേലെ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? പോപ്കോൺ ഉണ്ടാക്കാം. ഗൈസ് നോക്ക്, നമ്മൾ ഇസ്തിരിപ്പെട്ടി ഒരുപാട് കാലപ്പഴക്കം ചെന്ന് ഇസ്തിരിപ്പെട്ടിയാ. അപ്പൊ എന്തായാലും ഇതിന്റെ മേലെ നമ്മൾ പോപ്കോൺ പൊട്ടിക്കാൻ പോവാ ഗൈസ്. ഇന്ന് പോപ്കോൺ ഉണ്ടാക്കാൻ പോണേ ഇസ്തിരിപ്പെട്ടിന്റെ മേലെ വെച്ചിട്ടാ അല്ലേ ബംഗു? അപ്പൊ കുറച്ച് ഗ്യാസ് ലാഭമായി. അതെ, കറണ്ട് ബില്ല് കുറച്ച് കൂടുന്നുള്ളൂ, വേറെ സീനൊന്നുമില്ല. ഇതിലൊരു 1000 വാട്ട്സ് ഇട്ടോളൂ അല്ലേ? 600 എത്ര വാട്ട്സാ? 1000. ഞാന് നമ്മളെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ ആവൂല. ഇസ്തിരിപ്പെട്ടി കുത്താൻ പോവാട്ടോ. ലൈറ്റ് ഒക്കെ ഓഫാക്കി. എടാ എർത്തൊക്കെ നല്ലോണം കുത്തിട്ടോ. ചോക്കട്ട് പറഞ്ഞിട്ട് രണ്ടെണ്ണമെങ്കിൽ വെക്കാം. ആദ്യം അതെങ്കിൽ പൊരി ഉണ്ടാക്കാം. നമ്മളിത് വെക്കാൻ പോവാണ്. സ്പൂൺ എടുക്കണോ? എന്തിനാ? കൊറേ ഉണ്ട് സ്പൂൺ എടുക്കാൻ മാത്രം. ഗൈസ് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ ഗൈസ്? ഞാൻ കുറച്ച് പോപ്കോൺ ഇവിടെ മാറ്റി വെച്ചിരിക്കണ്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. എടാ അലൂമിനിയം ഫോയിലൊക്കെ കത്തി ചുരുളിന് ചോപ്പ് കളറൊക്കെ കെട്ടല്ലോ. നല്ല ചൂട്. അല്ല ഈ അതിന്റെ മുകളിൽ എന്റെ കയ്യാണ് വെച്ചോ. ഗൈസ് കൊറേ നേരായിട്ടോ. ഇസ്തിരി വെട്ടി നന്നായിട്ട് പൊട്ടി തെറിക്കാനല്ലേ ഗൈസ് ഇത് എന്താണൊന്നും പറ്റുന്നില്ലല്ലോ. അതിന്റെ തിളനില എത്തട്ടെ. തിളനീര മെൽറ്റിംഗ് പോയിന്റ് അതിന്റെ റബ്ബർ ബോയിലിങ് ഓടക്ക. നമ്മൾ ഇംഗ്ലീഷ് മറ്റേ ഉരുക്ക് നില ലാഹിബ മറ്റേത് ഉരുക്കുന്നല്ലേ. സീനായാലേ പോപ്കോൺ വരുന്നില്ല. എടാ നമുക്ക് കോഴി വെച്ചാലോ ഇവിടെ? അങ്ങനെയാണ് കോഴി വരും കേട്ടോ. കോഴി വരും കാര്യം പറയാം. അങ്ങനെ അപ്പൊ കോഴി പൊരിക്കണ്ട, തിന്നാനുള്ള പരിപാടിയാ നൈസായിട്ട്. 2000 years later. വരണേ അപ്പൊഴേക്ക് വേറൊരു റൗണ്ട് ഉറങ്ങി വരാം. ഓക്കേ നിങ്ങൾ ഉറങ്ങാൻ പോവാ? പോപ്കോൺ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള പോപ്കോണാ, നല്ല പോപ്കോണാ. പോവല്ലേ? സീനായി. നമ്മളെ എക്സ്പെരിമെന്റ് ഫ്ലോപ്പായി തോന്നുന്നു. ഒന്ന് കാണിച്ചു കൊടുത്താടാ. അതിനെ കൊണ്ട് ഹിബിയും ബംഗുവിനെ അപമാനിച്ചിട്ട് അങ്ങോട്ടും പോയി ഗൈസ്. അതിനെ കൊണ്ട് ഞാൻ തോറ്റതായിട്ട് സമ്മതിക്കുന്നു ഗൈസ്. ഇത് ഫ്ലോപ്പായിരുന്നു ഗൈസ്. ടിക്ടോക്ക് കണ്ട വീഡിയോ ആണ്. ഈ ചാർജ് ചെയ്യാൻ ഫോണിന് നമ്മളെ കയ്യില് കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടറ്റോലൊക്കെ കൂട്ടിട്ട് ഫോൺ ചാർജ് ചെയ്യാം. അത് നമുക്ക് ടെസ്റ്റ് ചെയ്താലോ? ടെസ്റ്റ് ചെയ്യാലോ. പൊളി. അപ്പൊ അതിന് വേണ്ടി സാമഗ്രികൾ പൊട്ടറ്റോ, ചാർജർ, ഫോൺ. ചോറ് പിടിച്ച പൊട്ടാറ്റോ ആണല്ലോ ഗൈസ്. മമ്മിന്റെ പൊട്ടറ്റോ ആണ്. അപ്പൊ നമ്മള് കുത്താൻ വേണ്ടി പോവാണ് ഗൈസ്. ചാർജ് ചാർജ് കേറി ഗൈസ്. നോക്ക് ചാർജ് കേറി. 100 80 ഗൈസ്. നോക്ക് ചാർജ് ഇറങ്ങാണല്ലോ. പൊട്ടാറ്റോ ചാർജ് ഒക്കെ വലിച്ചെടുക്കാൻ തോന്നുന്നു വളരാൻ വേണ്ടിട്ട്. ഇത് ടവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊട്ടാറ്റോന്റെ മേലെ. ഏത് ഗൈസ് ഇതൊക്കെ മണ്ടത്തിയാട്ടോ ഗൈസ്. ഓഹോ അപ്പൊ ഇതാണ് ചാർജ് കയറുന്നത് അല്ലേ? പോളിട്ടോ ഗൈസ്. ചാർജ് കേറിക്കുന്നുണ്ട് ശരിക്കും. പിന്നെ ഗൈസ് പൊട്ടാറ്റോ ഒന്ന് ചാർജ് കയറുന്നോക്ക്. എത്ര കയറുന്നോക്ക്. ചാർജ് കയറിയിട്ട് പുറത്തേക്ക് തൊയിഞ്ഞോണ്. തുടി എടുത്തുവാ ചാർജ് തുടയ്ക്കാൻ വേണ്ടിട്ട് കൊറേ ഗൈസ്. അപ്പൊ ഇത്രയും ചാർജ് വീണിക്കണ്. ഇതായിരുന്നു എന്റെ എക്സ്പെരിമെന്റ് അല്ലേ? ഇത് 3G എല്ലാരെയും അറിയിക്കുന്നു. മൊത്തം 3G ആണല്ലോ അങ്ങനാണെങ്കിൽ. അപ്പൊ എന്റെ അതിമാരകമായ എക്സ്പെരിമെന്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം, അല്ലെങ്കിൽ ഹാക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വരൂ. ഗൈസ് അപ്പൊ ഈ ഹാക്ക് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് ഒരു ഗ്ലൗവ്, കുറച്ച് കട്ടിയുള്ള കേട്ടോ ഞാൻ അടുത്ത്, കുറച്ച് മെഴുകുതിരി. നോക്ക് ഗൈസ്, നല്ല പൊളി മെഴുകുതിരി. അപ്പോൾ കുറച്ച് കളർ ക്രയോൺ ഞാൻ വാങ്ങിക്കുന്നു അതിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി അത് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫുഡ് കളർ ഇടാം, ചോപ്പ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ മെഴുകുതിരിയൊക്കെ ഇതിലിട്ടിട്ട് ഉരുക്കാൻ പോവാ ഗൈസ്. ഇങ്ങനെയുള്ള ഒരു സാധനം ഈ ഗ്ലൗവ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാം ഗൈസ്. എന്നിട്ട് എന്താക്കാം, ഇവിടെ നിന്ന് മടക്കിയിട്ട് ഹിബ ഒന്ന് ടൈറ്റ് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതിൽ ആക്കി വെച്ചിക്കണേ. ഇനി നമുക്ക് അടുത്തത് ഹിബ കത്തിക്ക്. അപ്പൊ ഇനി നമുക്ക് വെള്ളം മെഴുക് ഒഴിക്കാൻ വെള്ളം.
അല്ലാതെ ഇതില് തയ്യൂല വെച്ചിട്ടാ. ഓ മൈ ഗോഡ്, ഇങ്ങനെ നല്ല മേഗിന് ഉടുക്കാണ്ടി പോവാ. തിരി ഒഴിവാക്കി വേണ്ട. തിരിപ്പ് എന്താ സീന്? ഗൈസ് അല്പം ഇതിൽ കളർ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നമുക്ക് റെഡ് കളർ ആഡ് ചെയ്യാം. ഓ അപ്പൊ ഇത് ബംഗൂന് ചിത്രം വരക്കാൻ വേണ്ടി വാങ്ങിയല്ല. പിന്നെ ഗൈസ് അപ്പൊ നമ്മള് ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഗൈസ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു ഗാനമാണ് പാടാനുള്ളത്. ഞാൻ പാടട്ടെ? ഉരുകുതേ ഉരുകുതേ എന്നെ താളമായി ഉരുകുതേ ഉരുകുതേ. ആ ഗൈസ് പൊടി പാട്ട്. വേറെ എന്തെങ്കിലും ഉരുകുന്ന പാട്ട്? ഉരുക്കി സർവത്തെ ഉരുക്കി സർവത്ത ഉരുക്കതാവി എങ്ങനെയുണ്ട്? കട്ടേ കട്ടേ കട്ടേ. ഗൈസ് ഈ അവസരത്തിൽ എനിക്ക് മറ്റൊരു സിനിമയെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സന്തോഷ് പണ്ഡിറ്റ് അഭിനയിച്ച ഉരുക്ക് സതീശൻ എന്ന ഫിലിമിലെ ഒരു ഗാനം ഞാൻ പാടാം. ലവ് ഇസ് നോട്ട് എ ഫീൽ ബട്ട് ലവ് ഇസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. പണം വരും പോകും, പൈസ വരും പോകും, പെണ്ണ് വരും പോകില്ല പോവില്ല പോവില്ല. അയ്യോ ചേട്ടാ പുതിയൊരു സാരി വാങ്ങി തരൂല തരൂല അഡ്ജസ്റ്റ് ചെയ്യടി. ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങളെ പാട്? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടുന്ന് മാറിക്കേ ഗൈസ്. ഞാൻ ഒഴിക്കാൻ പോവാട്ടോ. മാറേ പണം വരും ഗൈസ് ഒഴിക്കാൻ പോവാണ്. ഗ്ലൗസ് അടി കൂടെ ലീക്കാണ് നമുക്ക് ഇപ്പൊ കാണാം. അതൊന്നും ലൈറ്റ് ഓഫാക്ക്. വീഡിയോ ഉണ്ട്. ഗ്യാസ് ഓഫാക്കിയോ? ഗ്യാസ് ഓഫ് അല്ലേ? അതൊന്നും ഓഫാക്കി. അതൊന്നും ഓഫാക്കടാ. ഗ്യാസ് ഓഫ്. എന്റെ മോനെ നിങ്ങൾ എന്താ പറയുക? ഇത് തികയൂലേ? ഞാൻ അപ്പഴേ പറഞ്ഞത് പെട്ടെന്നാവും. ഞാൻ അത് വിട്ടിട്ടില്ല. നോക്ക് കോൺഫിഡൻസാ. പണി പാളി ഗൈസ്. മമ്മി വരുന്നത് ക്ലീൻ ആക്കണല്ലോ. ഞാൻ തന്നെ ഒട്ടി പിടിക്കാം. മതിൽമലാക്കിയാണ്, എക്സ്റ്റൻഷൻ കോഡ്മലാക്കിയാണ്, എല്ലായിടത്തും ഒരു ഊള എക്സ്പെരിമെന്റ് കൊണ്ട് വന്നതാ. അതൊക്കെ ആണ് ഞാൻ രക്ഷപ്പെട്ടു. ഗൈസ് അങ്ങനെ നമ്മളെല്ലാ എക്സ്പെരിമെന്റും ഇവിടെ സമാപ്തിയാണ്. കൊറേയൊക്കെ സീനായില്ലേ ഹിബ? സക്സസ് ഹിബന്റേത് മാത്രമായത് ഗൈസ്. നമ്മളതൊക്കെ ഭയങ്കര ഫ്ലോപ്പായി അല്ലേ ബംഗു? പിന്നെ അടുക്കളയിലാണെങ്കിൽ ഭയങ്കര പണി ഞാൻ ഉണ്ടാക്കി വെച്ചു മമ്മിക്ക്. അതിനെക്കൊണ്ട് മൊത്തത്തിലൊരു 3 ഡേ ആയിരുന്നു. യെസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ ടിക്ടോക്ക് വൈറൽ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയി തിരിച്ചു വരുന്നതാവും. ബൈ ഗൈസ്. അപ്പൊ നമ്മളെ ഈ ടിക്ടോക്ക് ഹാക്ക് നമ്മൾ ഒഴിവാക്കാണ്. ബിക്കോസ് നടന്നില്ല. നമുക്ക് മറ്റേ ദിവസം അവിടെ കുറച്ചും കൂടി ഉണ്ട്. അതിൽ ഒഴിച്ചു കൊടുക്കണോ? ഒരു ഗ്ലൗവും കൂടി ഇല്ലേ? വേണല്ലേ ഗൈസ്? ഇനി നമുക്ക് ഈ എക്സ്പെരിമെന്റ് നടക്കുന്നില്ല. സീനാണ്. നോക്ക് കാണിച്ചു കൊടുക്ക്. എങ്ങനെയുണ്ട്? ഞാൻ അതിൽ കണ്ടത് കുറച്ചോളൂ. ആ വാക്സ് ഒക്കെ ഒന്നൊരു പാത്രത്തിലേക്ക് മേലെ ഞാൻ ചുരണ്ടി വെച്ച ഒന്ന് പാത്രത്തിലേക്ക് ആക്ക്. അതില് ഓട്ടല്ലേ? ഇല്ല, അതിലേക്ക് ആക്ക്. നല്ലപോലെ ആക്ക്.